ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്നും എങ്ങനെ പുറത്തു കടക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഒരു 10 റിലേഷൻഷിപ്പ് എടുത്താൽ അതിൽ 3 ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളായിരിക്കും. അഥവാ അവരുടെ പാർട്ട്ണർ ടോക്സിക് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റുള്ള ഒരാളായിരിക്കും. ഈ ബന്ധത്തിൽ പെട്ടുകിടക്കുന്ന ചില ആളുകൾ അവരുടെ ടോക്സിക് പാർട്ട്ണറിനെ നന്നാക്കിയെടുക്കാൻ ശ്രമിക്കും, എന്നിട്ട് നല്ല റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. എന്നാൽ ചില ആളുകൾ എങ്ങനെങ്കിലും ഈ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്നും പുറത്തു കടക്കാനായിരിക്കും ശ്രമിക്കുക. അതിനിടയിൽ അവർ ചെയ്യുന്ന ചില തെറ്റുകളും അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ ചെയ്യേണ്ട ചില കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ടുപോയി അതിൽ ഒരുപാട് സഫർ ചെയ്ത് അവസാനം എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന വ്യക്തികൾക്കാണ് ശരിക്കും ഇന്നത്തെ ഈ വീഡിയോ ഉപകാരപ്പെടുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കഴിയുമെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടെ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആദ്യം തന്നെ ഈ ബന്ധത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ചില ആളുകൾ ചെയ്യുന്ന ഒരു തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിക്കാം. ആ തെറ്റാണ് അവോയ്ഡിങ്. ടോക്സിക് പാർട്ട്ണറിനെ ഒഴിവാക്കാൻ വേണ്ടി അയാളെ അവോയ്ഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കാണിക്കുന്നത് ഒരു മണ്ടത്തരമാണ്. അവോയ്ഡിങ് അഥവാ അവഗണന എന്ന് പറയുന്നത് ഒരു റിവേഴ്സ് സൈക്കോളജിയാണ്. നമുക്ക് ഏതെങ്കിലും ഒരു വസ്തു കിട്ടാതെ വരികയോ അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും അവഗണിക്കുകയോ ചെയ്താൽ ആ വസ്തുവിനോടോ ആ വ്യക്തിയോടോ നമുക്കൊരു അട്രാക്ഷൻ തോന്നും. ഒരു ടോക്സിക് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അവോയ്ഡിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ചലഞ്ചിങ് എന്നാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ടോക്സിക് പാർട്ട്ണറിനെ അവോയ്ഡ് ചെയ്താൽ അവരതിനെ കാണുന്നത് ഒരു വെല്ലുവിളിയായിട്ടാണ്. നീ എന്നെ അവോയ്ഡ് ചെയ്താൽ ഞാനങ്ങ് പോകുമെന്നാണോ നീ വിചാരിക്കുന്നത്? ഞാൻ അങ്ങനെയൊന്നും പോകില്ല. അങ്ങനെയാണ് അവരുടെ മനസ്സിൽ അത് വരുന്നത്. നിങ്ങൾ നിങ്ങളുടെ ടോക്സിക് പാർട്ട്ണറിനെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ അവർ കൂടുതലായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാനായിരിക്കും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ കാര്യം മനസ്സിൽ വെക്കുക. ഈ അവോയ്ഡിങ് അവരുടെ മനസ്സിൽ ഒരു വെല്ലുവിളിയായിട്ട് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് വേണമെങ്കിലും ചെയ്യാൻ ശ്രമിക്കും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ദോഷമായിട്ട് വരികയും ചെയ്യും. ഇത് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പിന്നെ ഇവരുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചാൽ അത് ഇവരെ ശല്യപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ അവരുടെ കാര്യത്തിൽ ഓവറായിട്ട് ഇടപെടുന്നതായിട്ട് അഭിനയിക്കുക. അതായത് അവരെ ഓവറായിട്ട് കെയർ ചെയ്യുക, ഓവറായിട്ട് അവരെ ഫോൺ വിളിക്കുക, ഓവറായിട്ട് അവരുടെ കാര്യങ്ങളിൽ ഇടപെടുക. ഇത്തരത്തിൽ നിങ്ങൾ അഭിനയിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ മുൻകൂട്ടി പറഞ്ഞ് പഠിപ്പിച്ചിരിക്കണം. അതായത് എൻ്റേത് ടോക്സിക് പാർട്ട്ണറാണ്, അയാളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ നേരത്തെ തന്നെ നിങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കണം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇവരെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇവരോടൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാൻ അത് കാരണമാകും. പിന്നെ ഇവരെ നിങ്ങൾക്ക് വിട്ടുപോകാൻ പ്രയാസമായിരിക്കും. വീണ്ടും നിങ്ങൾ ആ ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ടുപോകും. അതുപോലെ നിങ്ങൾ അവരെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് അവരൊരിക്കലും അറിയാൻ പാടില്ല. നിങ്ങളിങ്ങനെ ഓവറായിട്ട് സ്നേഹവും കെയറും കാണിക്കുമ്പോൾ ഇതൊക്കെ അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് എന്നും കൂടി നിങ്ങൾ വിലയിരുത്തണം. ഇത്തരത്തിൽ എത്രത്തോളം അവരെ ഇറിറ്റേറ്റ് ചെയ്യാവോ അത്രത്തോളം അവരെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എത്രത്തോളം നിങ്ങൾ അയാളോട് ഓവറായിട്ട് സ്നേഹം കാണിക്കുന്നു അത്രത്തോളം നിങ്ങൾ അയാൾക്കൊരു ശല്യമായി മാറും. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പിന്നീട് അവർ തന്നെ മാറിത്തരും. ഇത്തരത്തിൽ അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നിടം വരെ നിങ്ങളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ പ്രോസസ്സിൽ ഒരു ഗ്യാപ്പ് വന്നാൽ ആ ടോക്സിക് ആയിട്ടുള്ള വ്യക്തി നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങും. ഇത് സത്യത്തിൽ അപകടമാണ്. ടോക്സിക് ആയിട്ടുള്ള വ്യക്തി ഈ മിസ്സിങ്ങിനെ മുതലെടുത്ത് വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ശ്രമിക്കും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ പ്രോസസ്സ് അയാൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നിടം വരെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ കേട്ട ശേഷം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇവിടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.